5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ ഇതുണ്ടാക്കാൻ ആകെ കുറച്ച് സാധനവും മതി, പിന്നെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ല ടേസ്റ്റുമാണ്. വേറൊരു കറിയും വേണ്ട ആവശ്യമില്ല ഇതുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനാകെ വേണ്ടുന്നത് ഉള്ളി വേണം. ഉള്ളി ഞാനൊരു 3 ഉള്ളി വേണം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ കോഴിമുട്ടയാണ് എടുക്കുന്നത്. കോഴിമുട്ടയും ഉള്ളിയും മാത്രം മതി ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഒന്ന് പാന് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കടുകിട്ട് അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ നേരത്തെ നുറുക്കി വെച്ച ഉള്ളി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ ആകുമ്പോൾ ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തരുന്ന സാധനമായിരുന്നു. ചോറ് ഇതും ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട. എൻ്റെ ഫ്രണ്ട്സാണെന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. പിന്നെ അധികം സ്ഥിരമായിട്ട് ഞാൻ കൊണ്ടുപോകുന്ന ഇതായിരുന്നു, ഈ ഒരു കറിയായിരുന്നു. കാരണം എളുപ്പപ്പണിയാണ്, എന്താ പറയുക, നമുക്ക് കോളേജിലോ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ എളുപ്പമാണ്. ആകെ ഇത് മതി, വേറെ ഒന്നും ഉണ്ടാക്കണ്ട. രാവിലത്തെ ഏറ്റവും എളുപ്പപ്പണി. അതേപോലെ ഇത് ചോറിന് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല സാധനമാണ്. ഇത് മാത്രം മതി, വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ വേണ്ട, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പം ഞാനിത് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്ന ഉള്ളി. അപ്പോൾ ഉള്ളി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടുമെന്ന് പറയുന്നതായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ സ്ഥിരം അങ്ങനെ ചെയ്യുക. അപ്പോൾ വേഗം ഒന്ന് വെന്ത് കിട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പൊടികളൊക്കെ ചേർക്കാവുള്ളൂ. ഞാൻ 1 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് വെന്ത ഉള്ളിലേക്ക് ഈ പൊടികളൊക്കെ ഇടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അതിലേക്ക് എന്താ പറയുക, വേഗം പിടിച്ചോളും. എന്നിട്ട് നല്ല വീണ്ടും ഒന്ന് ഈ ചൂടെ തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ പൊട്ടിച്ച് വെച്ച കോഴിമുട്ടയല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് മൂന്നും ഒന്ന് വെന്ത് കിട്ടുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് കഴിയും ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ കുറേ ലാഗ് അടിക്കൊന്നുമില്ല. പെട്ടെന്ന് കുറച്ചൊന്ന് തീ കൂട്ടി വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ കോഴിമുട്ട ഉപ്പേരി പോലെ സെറ്റായി കിട്ടും. ഇതേപോലെ കിട്ടും. ഇതിന് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ടായിരുന്നു. മല്ലിച്ചപ്പ് നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കൈയോടെ തന്നെ അങ്ങ് മുറിച്ചാൽ മതി. അത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ ചൂടെ തന്നെ ഈ മല്ലിച്ചപ്പ് ഇതിലേക്ക് ഇതായിക്കോളൂ. പിന്നെ അതേപോലെ ഞാൻ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലയ്ക്ക് നല്ല ടേസ്റ്റാണ്. കറിവേപ്പിലയും മല്ലിച്ചപ്പും വരുമ്പം തന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറും. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ.